നിങ്ങൾക്ക് എക്സാം ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇന്നിരുന്ന് പഠിക്കും അല്ലേ? ഇന്നിരുന്ന് നിങ്ങൾ കുറേ വർക്ക് ചെയ്ത് കുറേ നോട്ട്സും ഇതെല്ലാം പ്രിപ്പയർ ചെയ്തതൊക്കെ എടുത്ത് വായിച്ച് നമ്മൾ നന്നായി എക്സാമിന് പ്രിപ്പയർ ചെയ്യും. അങ്ങനെ എക്സാം നമ്മൾ എഴുതി നമുക്ക് നല്ലൊരു മാർക്ക് കിട്ടിയെന്ന് വെച്ചോ, നമുക്കൊരു A1 ഗ്രേഡൊക്കെ കിട്ടി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാവരും എന്ത് പറയും? യുവർ ഹാർഡ് വർക്ക് പെയ്ഡ് ഓഫ് എന്ന് പറയും, അല്ലെങ്കിൽ നന്നായി വർക്ക് ചെയ്തു അതുകൊണ്ടാണ് നല്ല മാർക്ക് കിട്ടിയത് അങ്ങനെയൊക്കെ പറയും അല്ലേ? സോ ആക്ച്വലി സയൻറ്റിഫിക്കലി നിങ്ങളിവിടെ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നുന്നു? വെൽക്കം ടു മനോരമ ഹൊറൈസൺസ് ഗ്രേഡ് 9 CBSE ക്ലാസ്സസ്. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്ന ചാപ്റ്ററാണ് വർക്ക് ആൻഡ് എനർജി. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഒത്തിരി ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിരിക്കും അല്ലേ? രാവിലെ എണീക്കുമ്പോൾ തൊട്ട് തിരിച്ച് നമ്മൾ ബെഡിൽ വന്ന് കിടക്കുന്ന ആ ഒരു സമയം വരെ നമ്മൾ ഒത്തിരി ആക്ടിവിറ്റീസ്, ഒത്തിരി കാര്യങ്ങൾ നമ്മളെപ്പോഴും ഇൻവോൾവ് ആയിരിക്കും. സേ ഇറ്റ് ബി റണ്ണിങ് ഓർ പ്ലേയിങ്, മൂവിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, അങ്ങനെ ഒത്തിരി എക്സാമ്പിൾസ് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇത് നമ്മൾ മാത്രമല്ല, നമുക്ക് ചുറ്റിലെ എല്ലാവരും ഓരോരോ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിരിക്കും. സോ നമ്മളെല്ലാവരും പറയും ദേ ആർ വർക്കിംഗ് എന്ന് നമ്മൾ പൊതുവേ പറയും. സോ ടെക്നിക്കലി മേ ബി ദേ വിൽ ബി വർക്കിംഗ്, ബട്ട് സയൻറ്റിഫിക്കലി അവർ വർക്കിംഗ് ആണോ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ആദ്യം കവർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലെറ്റ് us look into this figure. ഈ ഫിഗറിൽ ആദ്യം നിങ്ങൾക്ക് കാണാം ഒരു പാറ ഒരു മനുഷ്യനെന്ന് തള്ളുകയാണ്. അപ്പം നമ്മളെല്ലാവരും ഫെമിലിയർ ആയിട്ട് സ്റ്റോറി ഉണ്ട്, നാരായണത്ത് ഭ്രാന്തിൻ്റെ സ്റ്റോറിയൊക്കെ ഉണ്ട് അല്ലേ? അതിലെന്താ പറയുന്നത്? ആ മനുഷ്യൻ ഒരു വലിയ പാറക്കല്ല് ഉരുട്ടി മലയുടെ മുകളിൽ കൊണ്ടു ചെന്നിട്ട് അവിടെ നിന്ന് അതങ്ങ് റിലീസ് ചെയ്യും. ബട്ട് ഇവിടെ ഇപ്പം ഈ മനുഷ്യൻ ഈ പാറക്കല്ല് ഉരുട്ടുന്നുണ്ടെങ്കിലും എന്താണ് ഇത് മൂവ് ചെയ്യുന്നില്ല. ഓക്കെ, ഇറ്റ്സ് ടു ബിഗ് ദാറ്റ് എ മാൻ കാൺ ഹാൻഡിൽ ഇറ്റ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫിഗർ നോക്കിയാൽ അറിയാൻ പറ്റും. ഈ ഒരു കൊച്ചാണെങ്കിൽ ഈ ഒരു മനുഷ്യനാണെങ്കിൽ ഒരു വലിയ കല്ലെടുത്തിട്ട് മേത്ത് വെച്ചേക്കും, ആൻഡ് ഈ സ്റ്റാൻഡിങ് സ്റ്റിൽ ഈസ് നോട്ട് മൂവിങ് ടു എനിവെയർ. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷൻസിൽ ആക്ച്വലി നമുക്ക് പറയാൻ പറ്റും സയൻറ്റിഫിക്കലി നോ വർക്ക് ഈസ് ഡൺ ഹിയർ. ഓക്കെ, അതിനുള്ള റീസൺ നമ്മൾ വരുന്ന സ്ലൈഡ്സിൽ കാണും. സോ ഇനി വർക്ക് ചെയ്യുന്ന കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞങ്ങളൊരു പാർക്കിൽ പോയി, അല്ലെങ്കിൽ ഇത് കണ്ടു ഇവിടെ ഓരോ ആക്ടിവിറ്റീസിലൊക്കെ ഇവർ ഇൻവോൾവ് ആണ്. അപ്പം യു ക്യാൻ സീ ദാറ്റ് ഇപ്പോൾ ഇവിടെ ഈ കുട്ടി ഈ ഇതിൽ കൂടെ ജമ്പ് ചെയ്ത് ലെഗ്സിലേക്ക് പോകുന്നുണ്ട്, പിന്നെ ഇവിടെ ഓരോരോ ഗെയിംസിലൊക്കെ ഇൻവോൾവ് ആണ്. സോ ഓൾ ദീസ് ദർ ഇസ് എ ചേഞ്ച് ഇൻ പൊസിഷൻ ഇൻ ഓൾ ദീസ് കണ്ടീഷൻസ്. അതുപോലെ തന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ കുട്ടിയാണ് ഇവരെ ഒരു ട്രോളിയിൽ ഇരുന്നിട്ട് മൂവ് ചെയ്യിപ്പിക്കുന്നുണ്ട്, ആൻഡ് ദർ ഇസ് മോഷൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ, അല്ലെങ്കിൽ ഇതിങ്ങോട്ട് ഈ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. സോ ഇൻ ദീസ് കണ്ടീഷൻസ് ആൻഡ് ഓൾ ദർ ഇസ് വർക്ക് ഡൺ ഓർ വർക്ക് ഈസ് ഡൺ ഇൻ ഓൾ ദീസ് കണ്ടീഷൻസ് അല്ലേ? സോ വർക്ക് തന്നെ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന നമുക്ക് ദർ ആർ 2 കണ്ടീഷൻസ് ദാറ്റ് നീഡ് ടു ബി സാറ്റിസ്ഫൈഡ് ഇൻ ഓർഡർ ഫോർ ദ വർക്ക് ടു ബി ഡൺ. അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് എ ഫോഴ്സ് ഷുഡ് ആക്ട് ഓൺ ആൻ ഓബ്ജക്റ്റ് അല്ലേ? ഒരു ഓബ്ജക്റ്റിൽ ഡെഫിനറ്റ്ലി ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണം. എന്തിനാ? അവിടെ വർക്ക് ഉണ്ടാവാനായിട്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ ഫോഴ്സ് മാത്രം ആക്ട് ചെയ്താൽ പോരാ. അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് ഇസ് റിക്വയർഡ് എന്ന് പറയുന്നതാണ് എന്ത്? ദി ഓബ്ജക്റ്റ് മസ്റ്റ് ബി ഡിസ്പ്ലേസ്ഡ്. ഓക്കെ, അതായത് ദി അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഫോർ ദി വർക്ക് ടു ബി ഡൺ എന്ന് പറയുന്നതാണ് ദി ഓബ്ജക്റ്റ് മസ്റ്റ് ബി displaced. So these 2 conditions are really necessary in order to consider that scientifically work is done on a body. ഇതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് മാത്രം കാര്യമില്ല. Both these conditions should be satisfied together. Okay, അപ്പോൾ ഏതാണ് 2 conditions? ഒന്ന്, a force should act on an object, as well as രണ്ടാമത്തെ എന്താണ്? The object must be displaced. മുന്നേ നമ്മൾ കൺസിഡർ ചെയ്ത കണ്ടീഷനിലൊക്കെ എന്താ സംഭവിച്ചത്? അവിടെ ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല അല്ലേ? അല്ലെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യാത്ത കണ്ടീഷൻസും ഉണ്ടായിരിക്കും. സോ അണ്ടർ ദീസ് കണ്ടീഷൻസ് വി കനോട്ട് കൺസിഡർ ദാറ്റ് വർക്ക് ഈസ് ബീയിങ് ഡൺ. അപ്പോൾ ആ കല്ല് ചുമന്നുകൊണ്ട് ആ കേസിൽ എന്താണ്? അവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും സംഭവിക്കുന്നില്ല അല്ലേ? അല്ലെങ്കിൽ ആ കല്ല് മൂവ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്താ സംഭവിച്ചത്? അവിടെയും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ മോഷൻ ഓർ ദർ ഇസ് നോ ഡിസ്പ്ലേസ്മെൻറ്റ് ദാറ്റ് ഇസ് ഹാപ്പനിങ് ദർ. Okay, I hope this is clear. So for the work to be done, we need 2 conditions to be satisfied. ഒന്നെന്ന് പറയുന്നത് ഫോഴ്സ് ആണ്, രണ്ടെന്ന് പറയുന്നത് that the body should be displaced on the application of this force. Okay, now we have to see what is the work done by a constant force. Okay, so in order to consider the work done by a force, if a force F is acting on a body, നമ്മളൊരു ബോഡിയിൽ ഒരു ഫോഴ്സ് എഫ് ആക്ട് ചെയ്യുവാണ്, ആൻഡ് ഡ്യൂ ടു ദ ആപ്ലിക്കേഷൻ ഓഫ് ദിസ് ഫോഴ്സ്, ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വഴി ആ ബോഡി ഒരു എസ് ഡിസ്പ്ലേസ്മെൻറ്റ് അണ്ടർഗോ ചെയ്തു.
ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഓബ്ജക്റ്റ് ഉണ്ടായിരുന്നു, നമ്മളിതിലേക്ക് ഒരു ഫോഴ്സ് എഫ് അപ്ലൈ ചെയ്തു, അതൊരു ഡിസ്റ്റൻസ് എസ് കവർ ചെയ്തു എന്ന് വെക്കുക. ഓക്കെ, സോ വി ക്യാൻ ഡിഫൈൻ ദി വർക്ക് ഡൺ ആസ് ദി പ്രോഡക്റ്റ് ഓഫ് ദി ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ വർക്കിനെ നമുക്ക് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. അഗെയിൻ ദി SI യൂണിറ്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ന്യൂട്ടൺ meter or it will be joule. Okay, so the SI unit of work is Newton meter or joule. So if a F force is applied on an object and it undergoes a displacement of S distance, we'll say that the work done on that object will be the product of force and displacement, that is W equal to F into S. So as we already discussed, work done is the product of force and displacement. Therefore, W can be written as F into S. Again, work has only magnitude and it has no direction. So work is actually a scalar quantity. Work in magnitude maatrame ullu. It doesn't have any direction. So we define the SI unit of work as joule, Newton meter or joule enna nammal define cheyidu. So we can define 1 joule as the amount of work done. So we are going to define 1 joule as the amount of work that is done on an object when a force of 1 Newton will displace a body by 1 meter along the line of action of force. So as we told, W equal to F into S. When the force is 1 Newton and displacement is 1 meter, we will say that the work is 1 joule. Okay. So 1 joule is the amount of work that has to be done on an object if a force of 1 Newton displaces that particular body by 1 meter. So what do you think? So what is the work done when the force on an object is 0? Is there any work done if the force on an object is 0? Or object force ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അപ്ലൈഡ് ഫോഴ്സ് 0 ആവുന്ന കണ്ടീഷനിൽ അവിടെ വർക്ക് ഡൺ ചെയ്തിട്ടുണ്ടോ? വി ക്യാൻ ഡെഫിനറ്റ്ലി സേ ദാറ്റ് ദർ ഇസ് നോ വർക്ക് ഡൺ, അല്ലേ? നമ്മളിപ്പോൾ പ്രീവിയസ് സ്ലൈഡ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. വർക്ക് ഡൺ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ എഫ് 0 ആയി കഴിഞ്ഞാൽ എന്താണ് വർക്ക് ഡൺ? എന്താണ്? 0 ആയിരിക്കും. സോ ഇഫ് ദർ ഇസ് നോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലാത്ത ഒരു കണ്ടീഷനിൽ അവിടെ വർക്ക് ഡണ്ണും സംഭവിക്കുന്നില്ല. ഓക്കെ, ദ വർക്ക് ഡൺ വിൽ ഓൾസോ ബി 0. Now the second question is, what would be the work done when the displacement of the object is 0? Same അല്ലേ? ഇപ്പം ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണെങ്കിൽ, again W is force into displacement. So there is force that is acting there, but displacement in the value 0 ആണെങ്കിൽ what will be the work done? So work done will be again be 0. If force is acting and displacement ഒന്നും അവിടെ സംഭവിക്കുന്നില്ല എന്നാണെങ്കിൽ അവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നതും ആ ഒബ്ജക്റ്റിൽ ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും, അല്ലെങ്കിൽ there is no work done. Scientifically there is no work done in that case. Now work done can be positive as well as negative. Okay, isn't it? അല്ലേ, വർക്ക് ഡണ്ണിന് പോസിറ്റീവ് നെഗറ്റീവ് ആയുള്ള കണ്ടീഷൻ, വർക്ക് ഡണ്ണിന് പോസിറ്റീവ് നെഗറ്റീവ് ആവാനുള്ള സാഹചര്യങ്ങളുണ്ട്. So how will this be positive and negative? How can this work be positive and negative ആവുന്നത് എങ്ങനെയാണ്? സോ നമുക്കറിയാം, we already discussed work done എന്ന് പറയുന്നത് product of force and displacement ആണ്. So consider an object. Okay, consider an object. So we apply a force F. നമ്മൾ F എന്നൊരു ഫോഴ്സ് ഇതിൽ അപ്ലൈ ചെയ്തു and it undergoes a displacement in this direction. So ഈ ഒരു ഡയറക്ഷനിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. സോ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, ഈ ഒബ്ജക്റ്റ് സെയിം ഡയറക്ഷനിലേക്ക് തന്നെ, അല്ലെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് സെയിം ഡയറക്ഷനിലേക്ക് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ കണ്ടീഷനിൽ വി ക്യാൻ സേ ദാറ്റ് ദി വർക്ക് ഡൺ വിൽ ബി പോസിറ്റീവ്. ദാറ്റ് ഈസ് ദി ഫോഴ്സ് ആസ് വെൽ ആസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? സെയിം ഡയറക്ഷനിലാണ്. സോ ഇൻ ദാറ്റ് കേസ് വർക്ക് ഡൺ നമുക്ക് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയാം. So this will be positive. Okay.
Consider another condition where you have an object already in motion. Okay, so you apply a force in the opposite direction in order to stop it. Okay, so object already so we apply a force in the opposite direction. So the work done, so the force as well as the displacement and opposite direction. Okay, so we can say that the work done is minus F into S allengil F into minus S or this will lead to a negative work. Okay, so this will lead to a negative work. So work done is positive if the force as well as the displacement are in same direction. Random ore direction la povunengila endana work done positive aayirikkum. Ini work done force and displacement opposite direction la work done negative aayirikkum. Okay. Yeah. So to conclude, work done will be negative when the force acts opposite to the direction of displacement. Direction of displacement in opposite aayitana force act cheyyunengil we can say that work done negative aanu. Ini work done positive aana condition endana when the force is in the direction of displacement. Force and displacement ഒരേ directionലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം work done positive ആണെന്ന് പറയാം. Now we are moving to another important section of this class, that is energy. Okay, figure നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം like people are working out അല്ലേ, നമ്മൾ വർക്ക് ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് എനർജി എക്സ്പെൻഡിച്ചർ ആണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ വി കാൺട്ട് ഇമാജിൻ എ വേൾഡ് വിത്തൗട്ട് എനർജി ഇൻവോൾവ് ചെയ്യാത്തതായിട്ട് നമുക്ക് ചുറ്റും ഒന്നിനുമില്ല. സോ ബേസിക്കലി ഇത് നമ്മൾ പറയാറുണ്ട് അല്ലേ, ദി മേജർ സോഴ്സ് ഓഫ് എനർജി സൺ എന്നൊക്കെ പറയാറുണ്ട്. അത് മാത്രമല്ല വി ആർ ഇൻവോൾവ്ഡ് ഇൻ എ ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ് വെയർ വി റിക്വയർ എനർജി. സെയിം പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫിൽ എനർജി എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ്. സോ വാട്ട് ഈസ് ദിസ് എനർജി? എനർജിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും? സോ ആൻ ഓബ്ജെക്ട് ഹാവിങ് എ കേപ്പബിലിറ്റി ടു ഡു വർക്ക് is said to possess energy. Definitely ഒരു ഓബ്ജക്റ്റിന് ഒരു വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് എനർജി ഉണ്ടെന്ന് പറയും. Okay, so if an object is able to do some work, it possesses energy. Again, the object which does the work will lose energy. ആരാണോ വർക്ക് ചെയ്യുന്നത് അവർക്ക് എനർജി നഷ്ടപ്പെടുകയും ആരാണോ വർക്ക് റിസീവ് ചെയ്യുന്നത് the object on which work is done എന്താണ് അത് എനർജി ഗെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. So energy can be defined as the capacity to do work എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. So moving on to how can an object with energy do work? Okay, ഒരു എനർജി ഉള്ള ഒരു ഓബ്ജക്റ്റ് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും? That's a question. So എങ്ങനെയാണ്? An object that possesses energy will exert a force on another object. Definitely if there are two objects എന്താണ് എനർജി ഉള്ള ഒരാൾക്ക് ഒരു ഫോഴ്സ് അപ്പുറത്തെ ഓബ്ജക്റ്റിന് എക്സേർട്ട് ചെയ്യാനായിട്ട് പറ്റും. So there is in the energy transfer, energy will be transferred from that body to this body അല്ലേ. So whenever an object exert a force on another object, energy will be transferred from that object to the other object. Again, so second object energy gain ചെയ്യുന്നു, it can move because it received energy and therefore it will do some work. Okay, so first object will have the capacity to do work എന്ന് പറയാം അല്ലേ. First object will exert a force on the second object and it has the capacity to do work. So any object that possesses energy can do work. So that is it. Any object that possesses energy can do work. Okay. So moving on to the unit of energy. The unit of energy in the same as that of work. That is joules. Okay. So energy is the capacity to do work. Energy in work in a unit. That is joule. The unit of energy is joule. So we define 1 joule as the energy required to do 1 joule of work. Okay, 1 joule energy ne namukku endana its energy required to do 1 joule of work ennu parayan pattum. There are various forms of energy that exist in nature. So we all know light energy, chemical energy, sound energy, again mechanical energy, which includes kinetic energy and potential energy. Different forms of energy. So in this chapter, we will be dealing mainly with kinetic energy as well as the potential energy. Let's move to kinetic energy first.
ഫിഗർ നിങ്ങൾ നോക്കിയാൽ അറിയാം, ദർ ഇസ് എ ബുള്ളറ്റ് ഫയർ ഫ്രം എ ഗൺ ആസ് വെൽ ആസ് ദർ ആർ ചിൽഡ്രൻ റണ്ണിങ് അല്ലേ. ഇനി അതുപോലെ നമ്മൾ ഒത്തിരി ആക്ടിവിറ്റീസ് നമുക്ക് ചുറ്റും എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഒരു ചീറിപ്പാഞ്ഞു പോകുന്ന ഒരു റോഡിലൂടെ പോകുന്ന ഒരു കാറ്, ഇനി അതുമല്ല എന്താണ് ഭയങ്കര ശാന്തമായിട്ട് ഉള്ള ഒരു വിൻഡ്, ഇങ്ങനെ ഒത്തിരി കണ്ടീഷൻസ് ഉണ്ട്. ഇവരൊക്കെ എന്താണ്, ഇതിലൊക്കെ ഒരു മൂവ്മെൻറ്റ് ഇൻവോൾവ് ആണ് അല്ലേ. സോ കൈനറ്റിക് എനർജി ഇസ് മെയിൻലി എന്താണ്, കൈനറ്റിക് എനർജി മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ദി മോഷൻ ഓഫ് എൻ ഒബ്ജക്റ്റിനെയാണ്. ദി എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ദാറ്റ് ഇസ് ഇൻ മോഷനെയാണ് നമ്മൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ എക്സാമ്പിൾസിലും ആക്ച്വലി കൈനറ്റിക് എനർജി ഇൻവോൾവ് ആണ് അല്ലേ. ഒരു ബുള്ളറ്റ് ഫയർ ചെയ്യുന്നതാവട്ടെ, ഒരു കാറ്റടിക്കുന്നതാവട്ടെ, ഇനി അല്ല ഒരു കാറ് ചിരിപ്പാഞ്ഞു പോകുന്നതാവട്ടെ, എല്ലാത്തിലും എന്താണ് കൈനറ്റിക് എനർജി ഇൻവോൾവ് ആണ്. ഇനി ബട്ട് അവരുടെ എഫക്റ്റ് ആക്ച്വലി ഡിഫറെൻ്റ് ആണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, സോ കൈനറ്റിക് എനർജി depends on the mass as well as the velocity of the moving object. So kinetic energy is what? The energy possessed by a moving object അല്ലേ. So above examples നമ്മൾ കണ്ടു the energy difference is there because the effect caused by those action എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് അല്ലേ. ഒരു ബുള്ളറ്റ് നമ്മുടെ മേത്തേക്ക് വന്ന് ഈവൻ ദ ബുള്ളറ്റ്, ഒരു കാറ്റും ഒരു ബുള്ളറ്റും മോഷനിലാണ് അല്ലേ. പക്ഷെ ഒരു ബുള്ളറ്റ് നമ്മുടെ മേത്തേക്ക് കയറുന്ന ഒരു എഫക്റ്റ് ആയിരിക്കില്ല ഒരു കാറ്റ് വന്ന് അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. സോ ആ രണ്ട് കേസിലും രണ്ട് എഫക്ട്സ് ആണ് ഉണ്ടാകുന്നത്. അതിനുള്ള കാരണം എന്തായിരിക്കും? ബിക്കോസ് അവർ രണ്ടുപേരുടെയും വെലോസിറ്റി വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ. സോ കൈനറ്റിക് എനർജി ഈസ് എ ക്വാണ്ടിറ്റി ദാറ്റ് ആക്ച്വലി ഡിപ്പെൻഡ്സ് ഓൺ ദി വെലോസിറ്റി ഓഫ് മോഷൻ. സോ വി ക്യാൻ എക്സ്പ്രസ് കൈനറ്റിക് എനർജി ആസ് kinetic energy is equal to half mv square. So if an object of mass m is moving with a velocity v, we can define the kinetic energy possessed by that object as endana kinetic energy നെ നമുക്ക് half mv square എന്ന് പറയാനായിട്ട് പറ്റും. Okay, again kinetic energy has the unit of energy, that is joules. Now we move to potential energy. So consider this. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു സ്പ്രിങ് ഉണ്ടെന്ന് നോക്കി, നിങ്ങൾ അതിനെ സ്ട്രെച്ച് ചെയ്തു, എഗെയിൻ റിലീസ് ചെയ്തു. അപ്പോൾ ആ എനർജി ആ സ്പ്രിങ്ങിൽ എങ്ങനെയായിരിക്കും സ്റ്റോർ ചെയ്യാൻ പോകുന്നത്? ആക്ച്വലി ഇറ്റ് ഇസ് ഗോയിങ് ടു ബി സ്റ്റോർഡ് എസ് പൊട്ടൻഷ്യൽ എനർജി അല്ലേ. ഇഫ് ദർ ഇസ് നോ മോഷൻ ദാറ്റ് ഇസ് ഹാപ്പനിങ് ഫോർ ദാറ്റ് ഓബ്ജെക്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് കൊടുത്തിരിക്കുന്ന എനർജീനെ അത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യാൻ പോകും. സോ ദ എനർജി പോസസ്ഡ് ബൈ ആൻ ഓബ്ജെക്ട് ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ, അതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. എനർജി ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ എന്നെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. Now we are going to consider the potential energy of an object at a particular height. So we know that, consider this object that is staying on ground. The object ഇവിടെ initially groundൽ ഇരിക്കുകയാണ്. So we are going to take it to a height h. നമ്മൾ ഇതിനൊരു h ഹൈറ്റിലേക്ക് എന്താണ് മൂവ് ചെയ്യാൻ പോവാണ്. Definitely work has to be done against gravity അല്ലേ. സോ ഇഫ് യു വാണ്ട് ടു മൂവ് ഈ ഒബ്ജക്റ്റിനെ ഇവിടെ നിന്ന് ഈ എച്ച് ഹൈറ്റിലേക്ക് പൊക്കണമെങ്കിൽ വി നീഡ് ടു ഡു വർക്ക് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി. സോ ദി വർക്ക് ഡൺ ഹിയർ ഇൻ ദിസ് കേസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് W ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ആണല്ലോ. നമ്മൾ ഓൾറെഡി ഇനീഷ്യൽ സ്ലൈഡ്സിൽ കണ്ടതാണ്. വർക്ക് ഡൺ വിൽ ബി ദി പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഇനി ഇവിടുത്തെ ഫോഴ്സ് എന്താണ്? ഫോഴ്സ് വിൽ ബി മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇവിടെ ആക്ട് ചെയ്യുന്ന ആരാണ്? ഇറ്റ് ഈസ് ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ദാറ്റ് ഈസ് ആക്ടിങ് ഹിയർ അല്ലേ. എഗെയിൻ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ദി ഹൈറ്റ് എച്ച് ആണ്. ഓക്കെ, സോ ദി വർക്ക് ഡൺ ഹിയർ വിൽ ബി mgh. സോ ദിസ് വർക്ക് ഡൺ വിൽ ബി ടേക്കൺ ആസ് ദി എനർജി പൊസസ്ഡ് ബൈ ദാറ്റ് ബോഡി. ഓക്കെ, സോ ഈ ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അറ്റ് ഹൈറ്റ് എച്ച് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ദി വർക്ക് ഡൺ ദാറ്റ് ഈസ് റിക്വയർഡ് ടു ടേക്ക് ദിസ് ബോഡി ഫ്രം ദിസ് ഹൈറ്റ് ടു ദിസ് height. അപ്പം again potential energy നെ നമുക്ക് potential energy of an object at height h നെ നമുക്ക് mgh എന്ന് പറയാൻ പറ്റും. Okay, again work done എന്താണ്? Work done depends only on the initial and final positions of the body. Work done ഒരു path independent function ആണെന്ന് നമ്മൾ പറയും. It depends only on the initial and final position. എവിടുന്ന് തുടങ്ങി എവിടുന്ന് തീരുന്നു എന്നുള്ളതിനെ മാത്രമേ work done ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒബ്ജക്റ്റിനെ നമുക്ക് പോയിന്റ് എ നിന്ന് പോയിന്റ് ബിയിലേക്ക് കൊണ്ടുവരണം. സോ വാട്ട് വി ഹാവ്, ആ ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ആണ്. അതായത് എ നിന്ന് ബിയിലേക്ക് ഈ ഒബ്ജക്റ്റിനെ കൊണ്ടുചെല്ലണമെങ്കിൽ ഹൈറ്റ് എച്ച് ആണിത് കവർ ചെയ്യേണ്ടിയിരിക്കുന്നത്. ഇനി എഗെയിൻ നമ്മൾക്ക് വേറൊരു പോയിന്റ് ഉണ്ട്, പി നിന്ന് ക്യൂയിലേക്ക് കൊണ്ടുചെല്ലണം. ബട്ട് എഗെയിൻ
ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് h തന്നെയാണ്. ബട്ട് വി ടേക്ക് അനദർ പാത്ത്. ഇവിടെ നമ്മളിങ്ങനെ നേരെ ആണ് ഈ ഓബ്ജക്റ്റിനെ കൊണ്ടുപോയത്. ബട്ട് ഇവിടെ നമ്മൾ ഒരു സ്ലൈറ്റ്ലി ട്വിസ്റ്റ് ചെയ്ത് വേറൊരു പാത്ത് എടുത്തിട്ട് നമ്മളിങ്ങനെ കൊണ്ടുപോവാണ്. ഓക്കെ, വി ടുക്ക് അനദർ പാത്ത് ഫോർ ദിസ് ഓബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ മോഷൻ നമ്മൾ വേറൊരു പാത്ത് കൺസിഡർ ചെയ്തു. ബട്ട് വർക്ക് ഡൺ എന്ന് പറയുന്നത് ഈ രണ്ട് കേസിലും സെയിം ആയിരിക്കും. ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. സോ വർക്ക് ഡൺ ഇസ് എ പാത്ത് ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റി ആണ്. Now we move to law of conservation of energy. അല്ലേ, എനർജി, ദിസ് ഇസ് എ വെരി ഫെമിലിയർ ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ലോ ആണ്. സോ അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്താണ്, എനർജി ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഓക്കെ, എനർജീനെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. എനർജീനെ ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ സാധിക്കില്ല. ഇറ്റ് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫോം ഫ്രം വൺ എക്സിസ്റ്റിംഗ് ഫോം ടു അനദർ എക്സിസ്റ്റിംഗ് form. So the total energy before and after transformation will always remain constant. The total energy of a system will be constant always. Consider the case of a dam അല്ലെങ്കിൽ വാട്ടർ സ്റ്റോർഡ് ഇൻ എ ഡാം. ആ ഒരു കണ്ടീഷൻ എടുത്ത് ആലോചിച്ച് നോക്കിക്കേ. നമുക്കറിയാം വാട്ടർ ഡാമിൽ എന്തായിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുക, പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുക. ഓക്കെ, വാട്ടർ ഡാമിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ ഇറ്റ് ഈസ് ഗിവിംഗ് എ പൊട്ടൻഷ്യൽ എനർജി. എഗെയിൻ ആ വാട്ടർ ഡാമിൽ നിന്ന് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും വി ആർ ഗെറ്റിംഗ് കൈനറ്റിക് എനർജി വിച്ച് ഇസ് യൂസ് ടു run the turbine in order to generate the electricity. അപ്പോൾ അവിടെ ഒരു എനർജി ട്രാൻസ്ഫോർമേഷൻ നടന്നു അല്ലേ. ദാറ്റ് ഈസ് ദി പൊട്ടൻഷ്യൽ എനർജി ബീങ് കൺവേർട്ടഡ് ടു കൈനറ്റിക് എനർജി ആൻഡ് അഗെയിൻ ദിസ് ബീങ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി ആൻഡ് സോ ഓൺ. സോ ദർ ഈസ് ദിസ് എനർജി ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് ഈസ് ഹാപ്പനിങ് അറ്റ് ഈച്ച് ആൻഡ് എവറി സിറ്റുവേഷൻസ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. സോ ലെറ്റ് us consider how to deal with this law of conservation of energy. ഇപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, എനർജി ഓഫ് ദി സിസ്റ്റം എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ. സോ കൺസിഡർ ആൻ ഓബ്ജെക്ട് ദാറ്റ് ഈസ് ഫോളിങ് ഡൗൺ. സോ കൺസിഡർ ആൻ ഓബ്ജെക്ട് ദാറ്റ് ഈസ് ഫോളിങ് ഡൗൺ ടു ദി ഗ്രൗണ്ട്. അപ്പോൾ ഇനീഷ്യലി ഓബ്ജക്റ്റിന് എന്തുണ്ടായിരിക്കും, പൊട്ടൻഷ്യൽ എനർജി ആണോ കൈനറ്റിക് എനർജി ആണോ, അതോ രണ്ട് എനർജി ഉണ്ടായിരിക്കുമോ? ആക്ച്വലി വെൻ വി ഡ്രോപ്പ് ആൻ ഓബ്ജെക്ട് അല്ലെങ്കിൽ ഇനീഷ്യൽ പൊസിഷനിൽ ഇറ്റ് ഓൺലി ഹാസ് എന്ത്, പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അറ്റ് ദിസ് ഹൈറ്റ് ഇറ്റ് ഓൺലി ഹാസ് പൊട്ടൻഷ്യൽ എനർജി. So as this object or say a ball, okay, as this is falling down, എന്ത് സംഭവിക്കും, ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞ് അവിടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ഒരാൾ കയറി വരും അല്ലേ. സോ അഗെയിൻ അതിന് ആസ് വി മൂവ് ഡൗൺ ഇൻ ബിറ്റ്വീൻ അതിന് എന്തുണ്ടായിരിക്കും, ഇറ്റ് വിൽ ഹാവ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി. ഓക്കെ, അഗെയിൻ ആസ് ഇറ്റ് റീച്ചസ് ഡൗൺ, താഴെ എത്തുമ്പോഴത്തേക്ക് എന്താണ്, ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി വിൽ ബി സീറോ ആൻഡ് ഇറ്റ് ഓൺലി ഹാസ് kinetic energy. Okay, so in each situations the energy എന്താണ്, initially a potential energy ആയിരുന്നു, then both the energies came and then finally it only has kinetic energy. So you can say that the total energy here, that is the sum of potential energy and kinetic energy will be a constant. So the sum of potential energy and kinetic energy എന്ന് പറയുന്നത് ഒരു constant ആയിരിക്കും. And we call the sum of potential energy and kinetic energy നെ total mechanical energy of the system എന്ന് നമ്മൾ വിളിക്കും. Now we move to rate of doing a work. So rate of doing work നെയാണ് നമ്മൾ power എന്ന ടേം വെച്ച് ഡിഫൈൻ ചെയ്യുന്നത്. Again the rate of the power can be defined as the rate of doing work അല്ലെങ്കിൽ the rate of transfer of energy. Okay, we can define power as the rate of doing work അല്ലെങ്കിൽ rate of transfer of energy. Power നമുക്ക് product of work. So power നമുക്ക് it is the ratio of work or time or power നമുക്ക് work by time എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും. So പവറിൻ്റെ യൂണിറ്റ് എന്താണ്, power is the work by time അല്ലേ. So power can be taken as workനെ നമ്മൾ ജൂൾ എക്സ്പ്രസ് ചെയ്യും, ടൈമിനെ നമ്മൾ സെക്കൻഡിൽ എക്സ്പ്രസ് ചെയ്യും, that is joule second raised to -1, or power can be expressed in terms of watt. Other units of power will be kilowatt. Okay, നമുക്ക് other units of power ആയിട്ട് പറയാൻ പറ്റും. So let us look into this question. By what factor does the kinetic energy of a body is increased when its speed is doubled? അപ്പോൾ എന്താണ് പറയുന്നത്, how will the kinetic energy be affected if the speed of an object is doubled? അതായത് v becomes 2v. അപ്പോൾ കൈനറ്റിക് എനർജിക്ക് എന്ത് മാറ്റമായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ വി നോ ദാറ്റ് കൈനറ്റിക് എനർജീനെ നമുക്ക് ഹാഫ് mv² എഴുതാം. സോ ദർ ഇസ് നോ ചേഞ്ച് ഇൻ മാസ്.
So the new kinetic energy എന്ന് പറയുന്നത് എന്തായിരിക്കും? Half m into v becomes 2v അല്ലേ? v becomes 2v. Again നമുക്ക് square consider ചെയ്യണം. So it will be half m into 4 v square എന്ന് പറയും. Or it will be 4 into half mv square. So that is kinetic energy എന്തായി? It increases 4 times. Okay, so the new kinetic energy എന്ന് പറയുന്നത് new kinetic energy എന്തായി? 4 times the initial kinetic energy. അപ്പോൾ velocity ഡബിൾ ആയപ്പോഴത്തേക്കും new kinetic energy എന്ന് പറയുന്നത് 4 times ആണ് increase ചെയ്തത്. Okay, I hope that is clear. We'll consider another question. So what is the energy transformation that is taking place when a body is dropped from a certain height? എന്ത് energy transformation ആണ് സംഭവിക്കുന്നത്? When an object is dropped, there is change of potential energy to kinetic energy. Potential energy, kinetic energy ആവുന്ന ഒരു energy transformation അവിടെ സംഭവിക്കുന്നു. Okay. So that is it. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്തത് work and energy ആണ്. So how a work is done? How can we say that scientifically a work is done? I think that theory is clear for you. നമ്മൾ പറഞ്ഞല്ലേ work done ചെയ്യണമെങ്കിൽ there should be force as well as there should be displacement when that force is applied. അല്ലേ? അതിനുശേഷം നമ്മൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വർക്കിനെ പറ്റി പറഞ്ഞു, എനർജിയെ പറ്റി സംസാരിച്ചു, the units of energy പഠിച്ചു, then there is kinetic energy and potential energy which is very very important. There is conservation of energy as well as power. Okay, so I hope this class is clear for you. Stay tuned for other classes as well. Thank you all. Manorama Horizon, learning made simple.